നമസ്കാരം റാവത്ത് ഭായ്. 1 മണിക്കൂറല്ലേ പറഞ്ഞത്, നമ്മൾ അരമണിക്കൂറിലെത്തി. ശുക്ല ഭായ് വിളിച്ചോടനെ വന്നല്ലോ. എന്താ കുടിക്കാൻ? കോഫി, ടീ, കൂൾ ഡ്രിങ്ക്സ്? ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ? ഫോട്ടോയോ? യെസ്, നായക് ഭായ് എന്റെ ഫ്രണ്ട് ആണെന്ന് ഞാൻ പറയും. ജനങ്ങൾക്കിടയിൽ അത് പ്രചരിപ്പിക്കും. ഇതുവരെ 100 കൊലക്കേസുകളുണ്ട്, 50 റേപ്പ് കേസുകളുണ്ട്, കണ്ണി കണ്ട സ്ഥലങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഈ കൽക്കട്ടയെ കരയിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്റെ അയൽക്കാർക്ക് പോലും എന്നെ അറിയില്ല. പോലീസിനറിയാൻ കേട്ടോ, ഒരൊറ്റ കൊല കൊണ്ട് സ്റ്റേറ്റ് മുഴുവൻ ഭായ് ഫേമസ് ആയി, സ്റ്റാറായി. എന്റെ ഭായ് ഉമ്മെന്നൊരു വാക്ക് മോള് ഭായിയുടെ പേര് ഉപയോഗിച്ച് ഇരുട്ടുന്നതിന് മുമ്പ് 100 കോടി കളക്ട് ചെയ്യും. സമ്മതമാണോ? പെർമിഷൻ തരുമോ? ആർ യു റെഡി ഭായ്? 100 കോടിയോ? അതെങ്ങനെ നടക്കും? അത്രയും പണം ടാറ്റയ്ക്കും ബിർളയ്ക്കും പോലും കിട്ടില്ല. അവർക്ക് എങ്ങനെ കിട്ടും? അവരൊന്നും റൗഡികളല്ല. മൊത്തം ആസ്തി എത്ര വരും? ഒരു 500 കോടിക്ക് മോളി വരും. റൗഡിസം നടത്തി അത്രയ്ക്ക് പണോ? ചേച്ചേ, ഇതൊക്കെ ഒരു സംഖ്യയാണോ? ചില്ലറ. ഒരു എസ് മുള് ആ റാവത്തിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വാങ്ങിച്ചോ. ഈ വീട് നമുക്കൊരു പാലസാക്കാം. ഉച്ചയ്ക്ക് മുമ്പ് അംബാനിയെ കടത്തിവിട്ടാം. ബായി ഒരു എസ് മുള് പേഴ്സന്റേജ് നമുക്ക് സംസാരിക്കാം. സ്കീംസില്, പ്രോജക്റ്റില്, ടെൻഡറില് എനി ലീഗൽ 50-50, ഇൻലീഗൽ 60-40. ഓക്കെ ആണോ? നിങ്ങൾ പറഞ്ഞ ഓഫർ എനിക്ക് എന്തായാലും ഇഷ്ടമായി. പെർസെന്റേജും ഓക്കെ. നമുക്ക് ഡോക്യുമെന്റ് സൈൻ ചെയ്താലോ? റൗഡിസത്തിന് എഗ്രിമെന്റോ? ഹാർട്സ് ഓഫ് നായക് ഭായ്. ഭായ്, എഗ്രിമെന്റ് ഏത് റൂമിലാ? ഇടത് കൈ കൊണ്ട് വലത്തേക്ക് പോകാൻ പറയുന്നു. ശരി, പോകാം. ശുക്ല ഭായ്, നായക് ഭായ് കാ പാർട്ട്ണർ. എടാ, പോലീസ്, അഡ്വക്കേറ്റ്, ജഡ്ജ്, രജിസ്ട്രാർ. എന്റെ അമ്മോ, റൗഡികളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാടാ ഇത്രയും വലിയൊരു സെറ്റപ്പ്. എന്തൊരു അറേഞ്ച്മെന്റ് ആടാ. ഇതാ വിദ്യാഭ്യാസത്തിന്റെ ഗുണം. നമ്മളെ പോലെ കൂതറകളല്ല. യെസ്, അനിയാ പറഞ്ഞോ, എവിടെയാ ഒപ്പിടണ്ടേ? ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങളുടെയാണോ നോക്കും. അതൊക്കെ ദിവസം കാണുന്നതല്ലേ, നമ്മുടെ തന്നെയാ. ഒപ്പം എവിടെ ഇടണെന്ന് പറ. പ്ലീസ് കം ഓൺ, പേന. കൺഗ്രാസ് ചേട്ടാ, ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഒരു കലക്കും. എടാ, ശുക്ലബായുടെ ശുക്രന് ഉദിച്ചടാ. സാർ ചോക്ലേറ്റ് എടുത്തോളൂ സാർ. ചോക്ലേറ്റ് ഒക്കെ എന്തിനാടോ? ഇതെന്താ വല്ല സൽക്കർമ്മ മറ്റോ ആണോ? ഇതൊരു സൽക്കർമ്മം തന്നെയാ. അതെന്താടോ? നിങ്ങളുടെ സ്വത്ത് മുഴുവൻ അനാഥാശ്രമത്തിന് എഴുതി കൊടുത്തിട്ട്. എന്താടോ താൻ പറഞ്ഞേ? എന്റെ സമനില തെറ്റും. എപ്പോഴാടോ ഞാൻ സ്വത്ത് എഴുതി തന്നെ? ഈ ഡോക്യുമെന്റിൽ അതാ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ ഒപ്പിട്ട് തന്നു. ഇനി ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ലീഗലായി ഒരു അവകാശമില്ല. ഇതിനു വേണ്ടിയാണോടാ എന്നെ വിളിച്ചു വരുത്തിയത്? ഇതിനു വേണ്ടിയാണോടാ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത്? എന്റെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ട് 50 പൈസയുടെ ചോക്ലേറ്റ് തന്നല്ലേ? എടാ, ഇത് ശുക്ലാബായിയോട് ഉടക്കരുതാ. കൊത്തി കൊടലെടുക്കും ഞാൻ. എന്റെ പിള്ളേര് മുഴുവൻ പുറത്തുണ്ട്. ഒറ്റ വിസിൽ ലവ്മാരിലകത്ത് വരും. എന്താ ശുക്ലാബായി ഒരു ബഹളം വെച്ചതാ? 500 കോടിയുടെ സ്വത്ത് തട്ടിയെടുത്തിട്ട് 50 പൈസയുടെ ചോക്ലേറ്റ്. അടങ്ങണോ ഞാൻ? കുത്തിയിരുന്ന് പാട്ട് പാടണോ? വീര ധീര ശൂര എന്ന പാട്ട് പാടണ? ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അടുത്ത റൂമിലേക്ക് ചെല്ലേ. ഈ റൂമിൽ ചോക്ലേറ്റ് ഉണ്ടാക്കി, അവിടുന്ന് ബിസ്ക്കറ്റ് വളർത്താനാ? ഭായി ഇമോഷണൽ ആവുന്നു. വേഗം കൂട്ടിക്കൊണ്ട് ചെല്ലേ. അടുത്ത റൂമിലേക്ക് വന്നു. ഇവിടെ എന്താണോ? എടാ, ചീമപ്പോത്തിനെ പോലെ ഉണ്ടല്ലോടാ. ആവശ്യമുള്ളതൊക്കെ ആ റൂമിൽ നിന്ന് കിട്ടി. ഇനി ഇവിടെ എന്തുവാടാ? നിങ്ങൾ എന്നെ പോലെ എല്ലാം പോയവരാണോ? നിനക്കൊക്കെ നല്ല ബോഡിയുണ്ട്, എനിക്ക് ബ്രെയിനും. നമുക്ക് ഒന്നിച്ച് പോരാടാടാ. പോരാടി ജയിക്കാടാ. ജീവൻ പോയ പോട്ടറാ. മാടുകളെ പോലെ നോക്കാതെടാ. ചേട്ടാ, ഈ മല്ലന്മാര് നമ്മളെ പോലെ വന്നവരല്ല. നമ്മളെ തല്ലിക്കും കൊണ്ടുവന്ന. വേഗം വിസിലടിക്കടാ. അത് പുറത്തോട്ട് കേൾക്കില്ല. അതെന്താ? ഇവിടുത്തെ സൗണ്ട് അറേഞ്ച്മെന്റ് അങ്ങനെയാ. മാക്സിമം പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല.